വെൽക്കം ബാക്ക് ടു ഏലാസ് കിച്ചൺ ആൻഡ് ബിയോണ്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പോർക്ക് വിന്താലു ആണ്. ഇത് ബേസിക്കലി ഒരു ഗോവൻ ഡിഷാണ്. ഇതിനകത്ത് നമ്മൾ മസാലയൊക്കെ ഫ്രഷ് ആയിട്ട് പൊടിച്ച് ചേർത്ത് അത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. നമ്മളത് ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്താൽ അതാണ് ഒന്നുകൂടെ നല്ലത്. അതിനുശേഷം നമുക്ക് പിന്നീട് പിറ്റേ ദിവസം ഇത് ഉണ്ടാക്കാവുന്നതാണ്. വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവം തന്നെയാണ്. ഈ പോർക്ക് വിന്താലു എന്ന് പറയുന്നത് നമ്മൾ മധുരവും പുളിയും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു വിഭവമാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ്, എങ്കിലും ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷ് തന്നെയാണ്. നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് പോർക്ക് വിന്താലു ഉണ്ടാക്കുന്നതെന്ന്. ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഏകദേശം 1/2 കിലോയോളം പോർക്കാണ്. ഇത് കുറച്ച് ഉപ്പും വിനാഗിരിയും ഒക്കെ ഇട്ട് കഴുകി വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിന് വേണ്ട ഒരു മസാല തയ്യാറാക്കണം. അതിനുവേണ്ടി ആദ്യം തന്നെ കുറച്ച് മുളക് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 8 മുളകാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് സാധാരണ മുളകും പിരിയം മുളകും മിക്സ് ചെയ്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ മല്ലിയാണ്. അത് ഹോൾ മല്ലിയായിട്ടാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് 3 ഗ്രാമ്പുമാണ്. അതിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി 2 ചെറിയ കഷ്ണം കറുവാപ്പട്ട വേണം. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ കുരുമുളകാണ്. അത് മുഴുവനുമുള്ള കുരുമുളക് തന്നെ വേണം. പിന്നെ 1/2 ടീസ്പൂൺ സാധാരണ ജീരകം, പെരിഞ്ജീരകമല്ല കേട്ടോ, സാധാരണ ജീരകമാണിത്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ കടുക്. ഇപ്പം നമ്മുടെ മസാല ഉണ്ടാക്കാൻ വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും തന്നെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്കിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. എണ്ണ ഒട്ടും തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാനൊരു പാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും തന്നെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ എടുത്തു വെച്ചിരുന്ന മുളകും പിന്നെ മറ്റ് സാധനങ്ങളെല്ലാം തന്നെ ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മളിത് വറക്കുമ്പോൾ ഫ്ലെയിം എപ്പോഴും ലോ ആയിട്ട് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പം ആ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നമുക്കിതുപോലെ വറുത്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ആറാനായിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചിരിക്കുകയാണ്. കാരണം നമ്മളത് ഉണ്ടാക്കിയത് കാസ്റ്റ് അയൺ പാത്രത്തിലാണ്. അതിനകത്ത് തന്നെ ഇരുന്നാൽ പിന്നെ ചൂട് കൊണ്ട് അത് കൂടുതൽ കരിഞ്ഞു പോകാൻ വഴിയുണ്ട്. ഇപ്പോൾ ഇതെല്ലാം തന്നെ ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയാണ്. ഇതൊരു 6 അല്ലെങ്കിൽ 7 അല്ലി വെളുത്തുള്ളിയാണ്. ഇത് ഞാൻ പകുതിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേണം. അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിത് അരയ്ക്കാനുള്ളതാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് വിനീഗർ വേണം. ഇത് 1 ടേബിൾ സ്പൂൺ വിനീഗറാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ സാധാരണ വെജിറ്റബിൾ ഓയിൽ. ഇനി ഇതെല്ലാം ഇട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന മുളകും മറ്റ് മസാലയൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നമുക്ക് മിക്സിക്കകത്തിട്ട് ഇട്ട് കൊടുക്കാം. അത് ഇതുപോലെ തന്നെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് മറ്റ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്താൽ മതി. ഇതെല്ലാം തന്നെ നമ്മൾ മിക്സിക്കകത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മിക്സിയുടെ ചെറിയ ജാറാണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം തന്നെ ഇങ്ങനെയൊന്ന് പൊടിച്ചെടുക്കാം. ഇത് കണ്ടോ, നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ആദ്യം തന്നെ ആഡ് ചെയ്യുന്നത് വെളുത്തുള്ളിയാണ്. അതിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് 1 ടേബിൾ സ്പൂൺ വിനീഗറാണ്. അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ വെജിറ്റബിൾ ഓയിൽ 1 ടേബിൾ സ്പൂൺ അതുകൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇതെല്ലാം നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് മാരിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന പോർക്കിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ആ ഉപ്പൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന മസാല, അതെല്ലാം തന്നെ ഇതിനകത്തേക്ക് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. മസാല എല്ലാം തന്നെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിനു മുമ്പ് നമ്മൾ ആ മിക്സിക്കകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അതുകൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായിട്ട് എല്ലാം തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ഒരു മിനിമം ഒരു 3 അല്ലെങ്കിൽ 4 മണിക്കൂർ ഫ്രിഡ്ജ് വെക്കണം. ഓവർനൈറ്റ് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതെല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജ് വെക്കാൻ പോവുകയാണ്. അപ്പം ഞാനിത് ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്തിരുന്നു. ഇതിപ്പോൾ രാവിലെ ഞാൻ എടുത്തതാണ്. അപ്പം നന്നായിട്ട് എല്ലാം തന്നെ പിടിച്ചിട്ടുണ്ട്. ഇനി മറ്റ് ഇൻഗ്രീഡിയൻസ് ഇത് നമുക്ക് വേണ്ടത് കുറച്ച് ശർക്കര വേണം. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ വിനീഗർ കൂടി വേണം. ആദ്യം തന്നെ നമുക്കൊരു ഉള്ളി അരിഞ്ഞെടുക്കാം. ഒരു വലിയ സവാള തന്നെയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. നമുക്ക് ഇതിനകത്ത് വേറെ അധികം സാധനങ്ങളൊന്നും അരിയേണ്ട ആവശ്യമില്ല. ഈ ഉള്ളി മാത്രം അരിഞ്ഞാൽ മതി. ഈ സമയത്ത് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അധികം എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതിനകത്ത് കേട്ടോ. അപ്പം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്.
ആ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് 2 ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവോള ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പം ബേ ലീഫൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവോള ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ സവോള ഇട്ടതിന് ശേഷം അത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അത് ചെറുതായിട്ടൊന്ന് വാടി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് പെട്ടെന്ന് വാടി വരാനായിട്ട് അത് സഹായിക്കുമല്ലോ. അപ്പം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് വാടി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പം നമ്മുടെ സവോളയൊക്കെ ഒരുവിധം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അത് ഒരുവിധം ബ്രൗണായി വരുന്നുണ്ട്. ഇത്രയും മതി. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന പോർക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് മുഴുവനും തന്നെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം ഒരു 5 മിനിറ്റോളം നമ്മളിങ്ങനെ തുറന്ന് വെച്ച് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതെല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇതിനൊക്കെ കുറച്ച് ഉപ്പ് കുറവായിരുന്നു. അതുകൊണ്ട് ഞാനൊരു കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് ഈ സമയത്ത്. അപ്പം നമ്മൾ ഓരോരുത്തരുടെ ആ ഉപ്പിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് നമുക്കിത് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിനകത്തുനിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ആ പാത്രത്തിൽ നിന്ന് അതിനെ കഴുകി കുറച്ച് വെള്ളം കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന 1 ടേബിൾ സ്പൂൺ വിനീഗറും പിന്നെ ഒരു ചെറിയ കഷ്ണം ശർക്കര നമ്മൾ എടുത്തു വെച്ചിരുന്നല്ലോ, അതുകൂടെ നമുക്ക് ഈ സമയത്ത് ആഡ് ചെയ്യാം. ഇതുകൂടെ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ കുറച്ച് കറിവേപ്പില ഉണ്ടെങ്കിൽ അതുകൂടെ നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഇതോടെ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് വേവാനായിട്ട് എത്ര സമയം വേണമെന്നുള്ളത് നോക്കണം. നമ്മൾ ഏകദേശം ഒരു 45 മിനിറ്റ്സ് ഒക്കെ എടുക്കും ഇത് വേവാനായിട്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളിതൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ വെള്ളമൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കണം ഇടയ്ക്ക്. അപ്പോൾ ഇത് വേവാനായിട്ട് ഏകദേശം 45 മിനിറ്റ്സോളം എടുത്തിട്ടുണ്ട്. ഇതുണ്ട്, ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇത് വെന്തോ എന്നൊന്ന് നോക്കണം നമുക്ക്. അപ്പം ഞാൻ നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു സെർവിങ് ഡിഷിനകത്തേക്ക് മാറ്റിയെടുക്കാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷ് തന്നെയാണ് കേട്ടോ. നമ്മളിതിനകത്ത് ശർക്കരയൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മൾ ഓർക്കും ഇതിനകത്ത് മധുരമായിരിക്കുമെന്ന്. പക്ഷേ മധുരമൊന്നുമില്ല കേട്ടോ. ആ പുളിയും പിന്നെ ആ ശർക്കരയും എല്ലാം കൂടെ കൂടുമ്പോൾ അതിൻ്റെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് തന്നെയാണ്. നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഇതിന്. എങ്ങനെയാണ് നമ്മുടെ പോർക്ക് വിന്താലോ? ഇത് ഉണ്ടാക്കാനായിട്ട് എളുപ്പമല്ലേ? അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാവുന്നതാണ്. ഇപ്പം നോയമ്പൊക്കെ തുടങ്ങിയ സമയമാണ് അല്ലേ? അപ്പോൾ പലരും നോയമ്പൊക്കെ നോക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർ നോയമ്പൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഉണ്ടാക്കി നോക്കുക. അല്ലാത്തവർക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി നോക്കാമല്ലോ. ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീണ്ടും അടുത്ത ആഴ്ച നമുക്ക് വേറെ വീഡിയോയുമായിട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ ഫോർ നൗ.